നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആദ്യം അറിയാൻ പോകുന്നത് ഗിരിയായിരിക്കും. അതിനാ സ്വന്തം ഭാര്യയെ തന്നെ അവൻ സ്റ്റേഷനിലേക്ക് അയച്ചിരിക്കുന്നത്. മഞ്ജുവിന് എന്തായാലും കുടുംബം കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഉള്ളൂ, അതുറപ്പ്. സാറേ, ഡ്യൂട്ടിക്ക് വേണ്ടി ഏതറ്റം വരെയും പോവാൻ തയ്യാറായ പോലീസുകാരനായിരുന്നു എന്റെ അച്ഛൻ. ആ മാധവന്റെ മോളാ ഞാൻ. എനിക്ക് ഡ്യൂട്ടി തന്നെയാണ് വലുത്. അത് കലക്കി മോളെ. ആരെങ്കിലും എതിർക്കാൻ വന്നാൽ ദേ ഇങ്ങനെ ധൈര്യത്തോടെ പ്രതികരിക്കണം. അവരെന്നാൽ ഇങ്ങനെ വാലും മടക്കി പോയിക്കോളൂ. മോളെന്നാ രജിസ്റ്റർ ഒപ്പിട്ട് ഡ്യൂട്ടിക്ക് കയറിക്കോളൂ. സർ, മാഡം. വാഗിരി, എന്താ മാഡം പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതെന്ത് ചെയ്യണമെന്ന് ചോദിക്കാനാ. എന്താ ഇത്? ഗോപാലേട്ടൻ മഞ്ജുവിന് കല്യാണത്തിന് വാങ്ങിക്കൊടുത്ത സ്വർണ്ണമാണ്. രാവിലെ മഞ്ജു ഇവിടെ വന്ന് ഇതെല്ലാം തിരിച്ചു തന്നിട്ട് പോയി. അവൾക്ക് ആരുടെ ഔദാര്യം വേണ്ടെന്നാ പറയുന്നത്. ഗിരിക്കറിയില്ലേ, ഗോപാലേട്ടൻ അവളുടെ അച്ഛന്റെ സ്ഥാനത്തുനിന്ന് ആ കല്യാണത്തിന് പങ്കെടുത്തത്. അപ്പോ ഈ സ്വർണം ഒരച്ഛൻ മകൾക്ക് കൊടുക്കുന്ന സമ്മാനമായിട്ട് കണ്ടാ പോരെ? എന്തിനാ ഇത്ര ദുരഭിമാനം കാണിക്കുന്നേ? അവൾക്കോ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ അങ്ങനെയല്ലല്ലോ. ഇത് നിങ്ങൾക്കുള്ളതാ. മഞ്ജു ഇത് തിരിച്ചു തന്നു അറിഞ്ഞ ഗോപാലേട്ടൻ ഒരുപാട് വിഷമിക്കും. വാങ്ങിക്കേ. ഗോപിക മാഡം എന്നോട് ക്ഷമിക്കണം. ഗോപാൽജി നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് മഞ്ജുവിന് കൊടുത്തതെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് വാങ്ങാൻ എന്റെ അഭിമാനം എന്നെ സമ്മതിക്കുന്നില്ല. മഞ്ജുവിന് ഗോപാൽജി ഈ ആഭരണങ്ങൾ കൊടുക്കുമ്പോൾ അവള് സഞ്ജയുടെ ഭാര്യയാവുന്ന അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പം മഞ്ജു എന്റെ ഭാര്യ. അതുകൊണ്ട് ഈ ആഭരണങ്ങൾക്ക് മീതെ അവൾക്ക് ഒരു അവകാശവും ഇല്ല. മഞ്ജു ഇത് കൊണ്ടുവന്നത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അവളോട് ചോദിച്ചു വാങ്ങി ഇത് തിരിച്ചേൽപ്പിച്ചേനെ. അപ്പൊ നീയും ഭാര്യയും ഒരേപോലെ ആണല്ലോ ചിന്തിക്കുന്നത്. നിനക്കും ഗോപാലേട്ടൻ കാണിച്ചത് ഒരു അവതാരിയായിട്ട് തോന്നുന്നുണ്ടോ? ഗോപാൽജി അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല സഹായിച്ചത്. അത് ഔദാര്യമായി തോന്നിയോ ഇല്ലയോ എന്ന് സഹായം വാങ്ങുന്നവർക്കല്ലേ മനസ്സിലാവും. ഇതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. കുടുംബം നോക്കാനും അറിയാം. അതുകൊണ്ട് ഈ സഹായം ഞങ്ങൾക്ക് വേണ്ട. ശരി, ഞാൻ ഏട്ടനോട് പറഞ്ഞോളാം. അപ്പോ മഞ്ജു പോലീസ് ജോലിയിൽ തുടരാനുള്ള പരിപാടിയാണോ? അറിയില്ല. അവളുമായിട്ട് സംസാരിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് അവളുടെ അച്ഛനെയാ. മാധവന്റെ അതേ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ മഞ്ജുവിന് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗോപാലേട്ടനെ പരാഗജീവി എന്ന് വിളിക്കാൻ അവൾ ധൈര്യം കാണിക്കോ? എന്താ പറഞ്ഞ? ആ, ഗോപാലേട്ടൻ ഈ നാട്ടുകാരുടെ കാശും ആരോഗ്യം വലിച്ചു കുടിച്ച് വലുതായ ഒരു പരാഗജീവിയാണെന്ന്. അവളെ ഞാൻ... ഗിരി നിക്ക്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോവണ്ട. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല. വെറുതെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങള് ഊതി വീർപ്പിച്ച് വലുതാക്കാൻ നിക്കണ്ട. ഇതാണോ ചെറിയ കാര്യം? ഗോപാൽജി അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഗിരി, മഞ്ജു നിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഗോപാൽജിയെ ഞാൻ കാണുന്നതേ എന്റെ അച്ഛന്റെ സ്ഥാനത്ത്. അദ്ദേഹത്തെ അപമാനിച്ച് ഞാൻ പ്രതികരിക്കും. ഗിരി, ഇപ്പൊ മഞ്ജു പോലീസ് സ്റ്റേഷനിലാ. അവിടെ ചെന്ന് നീ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലം നിങ്ങളുടെ വീടല്ലേ. വൈകുന്നേരം വരെ നീ ഒന്ന് ക്ഷമിക്കും. സ്റ്റേഷനിൽ ചെന്ന് ബഹളം വെച്ച അവനെ പിടിച്ചു മാറ്റാൻ പോലീസുകാരുണ്ടാവും.
വീട്ടിൽ മഞ്ജുവിന് ആരുണ്ട്? ഇന്ന് രാത്രി അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ദൈവമേ നിന്നിച്ചേക്കണേ. പോലീസുകാരെ മണ്ടന്മാരാക്കാന്നാണോടാ നീ വിചാരിച്ചത്? ഇവനോടൊന്നും ഇങ്ങനെയൊന്നും ചോദിച്ച പോരെ സാറേ, പിടിച്ച് 4 അങ്ങ് പൊട്ടിക്കണം. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സാറേ. ഈ നാട്ടിലെ നിയമവും കോടതിയൊന്നും നോക്കുകുത്തികളല്ല. ഇക്കാലത്തും മൂന്നാമർ ഉപയോഗിക്കുന്നത് കഷ്ടമാണ് സാറേ. മുകുന്ദം വക്കീല് ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ വന്നതാണോ? നിങ്ങൾക്കറിയില്ലെങ്കിലേ അത് ഞാൻ പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ ഈ കക്ഷിയെ നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഒരയൽക്കാരന്റെ പരാതിയുടെ ബലത്തിൽ മാത്രം സൽസ്വഭാവിയും മാന്യനുമായ എന്റെ കക്ഷിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായ നടപടിയാണ്. പരാതി തന്ന അയൽക്കാരന് എന്റെ കക്ഷിയോട് മുൻവൈരാഗ്യമുണ്ടെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്നിട്ടും നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ കക്ഷിയെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നെ വീടിന്റെ ടെറസിൽ കഞ്ചാവ് വളർത്തുന്നവനെ ഞങ്ങൾ പിടിച്ച് ഉമ്മ കൊടുക്കണം. കഞ്ചാവോ? ഹോ, അപ്പൊ കക്ഷിയെ കുറിച്ച് ഒന്നും അറിയാതെയാണ് കേസെടുത്തേക്കണം. നല്ലവനായ ഉണ്ണി. സാർ, ഇവനൊരു അബദ്ധം പറ്റിയതാ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്റെ വക്കീലെ, ഇവൻ സ്വന്തം ആവശ്യത്തിന് മാത്രമാണ് വളർത്തിയിരുന്നെങ്കിൽ ശിക്ഷ കുറയ്ക്കാമായിരുന്നു. ഇവൻ കോളേജ് പിള്ളേർക്ക് സപ്ലൈ നടത്തിയിരുന്നു. ഇവൻ കുറച്ചു കാലം എന്തായാലും അകത്ത് കിടക്കും. വക്കീലിന് നാണമില്ല ഇതുമാതിരി വൃത്തികെട്ടവന്മാരുടെ കേസെടുക്കാൻ. എന്തു ജോലി ചെയ്യുകയാണെങ്കിലും അതിനൊരു അന്തസ് വേണം. ഭാസ്കര, ഇവരെ പിടിച്ച അകത്തിറോ. അല്ല സാറേ, ഇടിക്കൊന്നും വേണ്ട കേട്ടോ, പാവണവൻ. സാറേ, അതെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? ഞാനേ എന്റെ ഒരു ക്ലയന്റിനെ കാണാൻ വന്നതാണേ. ക്ലയന്റിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് അവൻ്റെത്. ഇവന്റെ അമ്മയുടെ ഞാൻ കുറച്ച് കൂടുതൽ കാശ് അഡ്വാൻസ് ആയിട്ട് മേടിച്ച്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കേസൊന്നും എടുക്കാറില്ല കേട്ടോ. ശരി ശരി. ഭാനുമതി അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. ഗിരിയോ? എന്നോടൊന്നും മിണ്ടുന്നുകൂടിയില്ല. ചിലപ്പോ തോന്നും എന്നെ കുറച്ച് ചീത്ത വിളിച്ചാലും മതിയായിരുന്നു എന്ന്. ഗിരിയേട്ടന് പോലീസിനോടുള്ള ദേഷ്യം ഈ ജന്മത്ത് മാറില്ല. അതുകൊണ്ട് എന്നോടുള്ള വെറുപ്പും കുറയില്ല. ഏയ്, അങ്ങനൊന്നും പറയരുത് പഞ്ചു. അവന്റെ അച്ഛന്റെ മരണം അവനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതി അവന്റെ ചിന്ത ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് വിചാരിക്കരുത്. സ്നേഹം കൊണ്ട് അവനെ മാറ്റാൻ പറ്റും. എനിക്കവനെ കുട്ടിക്കാലം മുതലേ അറിയാം. ഈ പുറത്ത് കാണിക്കുന്ന മസിൽ കൊടുത്ത കലിപ്പ് മാത്രമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു പാവോ. അവൻ ആ ഗോപാലജിയുടെ കൂടെ കൂടിയതാ പ്രശ്നമായത്. അടിയും പിടിയും ആളാകെ മാറി. അപ്പൊ അതറിയാല്ലേ? എന്നാ അത് ഗിരീടിനോടൊന്ന് പറഞ്ഞൂടെ? ആ, എന്നിട്ട് വേണം അവൻ എന്നെ ഇടിച്ചു കൂട്ടാൻ. ഗോപാൽജിയെ അവൻ അവന്റെ അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നത്. അയാളെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അവന് സഹിക്കില്ല. പക്ഷേ മഞ്ജു വിചാരിച്ച പതുക്കെ സ്നേഹത്തോടെ അവനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഗോപാൽജിയുടെ കൂടെയുള്ള കൂട്ടുവിട്ട അവൻ നന്നാവും. അതിന് എന്റെ എന്ത് സഹായം എപ്പോ വേണമെങ്കിലും മഞ്ജുവിന് ചോദിക്കാം. പിന്നെ അതുപോലൊരു സഹായം എനിക്ക് ചെയ്യോ? എന്താ? എന്റെ കക്ഷിയെ പോലീസുകാർ അധികം തല്ലാതൊന്ന് നോക്കണം. അല്ല, അവൻ തല്ലുകൊള്ളേണ്ടവനാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും അവന്റെ അമ്മയുടെ മുഖം ഓർക്കുമ്പോ ഒന്ന് ചോദിച്ചു പോകുന്ന പ്ലീസ്. ഞാൻ അരവിന്ദാക്ഷൻ സാറിനോട് പറയാം. അത് മതി, അത് മതി. എന്നാ ഞാൻ വരട്ടെ. ശരി.